സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന MIVI DUOPOD F50 എന്ന ട്രൂ വയർലെസ് ഇയർഫോണാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം MIVIയുടെ തന്നെ DUOPOD F40 നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിനെക്കാട്ടി കുറച്ചും കൂടെ വലിയ മോഡലായിട്ടുള്ള F15 ആണ്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, പ്രൈസ്, ഓവറോൾ ഉപയോഗിച്ച സമയത്ത് എന്തൊക്കെ തോന്നി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പം നേരെ വീഡിയോയിലോട്ട്. സോ ഇതാണ് MIVI DUOPOD F50യുടെ ബോക്സ് പാക്കേജിങ് നടന്നത്. താഴത്തായിട്ട് ട്രൂ വയർലെസ് ഇയർഫോൺസ് എന്നും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രൊഡക്റ്റ് കൂടിയാണ്. MIVI എന്ന ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ്. ഇവിടെ ആയിട്ട് HD സ്റ്റീരിയോ സൗണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ ടച്ച് കൺട്രോൾസ്, പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി പോർട്ട്, അങ്ങനത്തെ ബേസിക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ പുറകിലായിട്ടും കൊടുത്തിട്ടുണ്ട്. സോ 1 ഇയർ വാറൻറ്റിയും വരുന്നുണ്ട്. സോ എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വരുന്ന ഒരു MIVIയുടെ ബ്രാൻഡിങ്ങിലുള്ളൊരു നല്ല കളർഫുള്ളായിട്ടുള്ള ഇതെന്ന് പറയുന്നത് വാറൻറ്റി രജിസ്ട്രേഷനാണ്. അതായത് നമുക്ക് ഈ ഒരു ഫോട്ടോ ഇൻവോയ്സ് എടുത്തിട്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാറൻറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 1 ഇയർ വാറൻറ്റി വരുന്നുണ്ട്. പിന്നീട് വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ മറ്റൊരു പേപ്പർ, ഇതിൽ വെൽക്കം ക്രൂ, അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്നും ആവശ്യമില്ല. പിന്നീട് വരുന്നത് ഒരു യൂസർ മാനുവലാണ്, എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ ബേസിക്കായുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊന്നും നമുക്ക് വായിച്ച് സമയം കളയാൻ ടൈമില്ല, അതെടുത്ത് മാറ്റാം. സോ നമ്മുടെ മെയിൻ പിന്നെ ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാർജിങ് കേബിൾ തന്നെയാണ് ഇതിൽ വരുന്നത്. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ടൈപ്പ് സി ചാർജിങ് കേബിൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പ്രൈസിനും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വയേഴ്സ് തന്നെയാണ് വരുന്നത്. സോ പിന്നീട് നല്ല രസം, ഞാൻ കഴിഞ്ഞ F40യുടെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ്. നല്ലൊരു സംഭവം, എന്താ അതിൻ്റെ പേരറിയില്ല. നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിലേക്ക് വരാം. ഇതാണ് നമ്മുടെ MIVI DUOPOD. ഇതിൻ്റെ ആവശ്യമില്ല, ചാടാം. സോ ഇതാണ് MIVI DUOPOD F50യുടെ കേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്തും ഒരു ടെക്സ്ചർ വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നു അറിയാൻ പറ്റില്ല. ഇവിടെ ആയിട്ട് MIVIയുടെ ബ്രാൻഡിങ്ങും ചാർജിങ് ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. സോ പിന്നീട് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ടൈപ്പ് സി പോർട്ട് ചാർജിങ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഒന്നും തന്നെ ഇല്ല, പ്ലെയിൻ ആണ്. സോ ഇതിൻ്റെ ഒരു കയ്യിലെടുക്കുമ്പോഴൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് കയ്യിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. ഒരു സോപ്പൊക്കെ കയ്യിൽ ഹോൾഡ് ചെയ്ത് എങ്ങനെയായിരിക്കും ആ ഒരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. നല്ല ഗ്ലോസി ടെക്സ്ചർ ആയതുകൊണ്ട് നല്ലൊരു പ്രീമിയം ലുക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടക്കുന്ന ഒരു എന്തോ ഒരു പേര് പറയാറുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി അത്രത്തോളം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കഴിഞ്ഞ F14 കാട്ടിയും അത്ര ക്വാളിറ്റി ഒന്നും ഇതിന് വരുന്നില്ല. അത് ഇതിൻ്റെ ഒറ്റ പീസിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. പക്ഷേ ബാക്കി എല്ലാ രീതിയിലും ക്വാളിറ്റി പെർഫെക്റ്റ് തന്നെയാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ കൊടുക്കുന്ന പ്രൈസ് നല്ലൊരു വേർത്തായുള്ള ക്വാളിറ്റി വരുന്നുണ്ട്. കാണാനും നല്ല രീതിയിലൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ മാറ്റാണെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയം ആവട്ടേനും. പക്ഷേ ഗ്ലോസി അത് ഓരോരായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രിഫറൻസ് ആണ്. കുറച്ചും കൂടി ഇഷ്ടം മാറ്റ് ഫിനിഷാണ്. പക്ഷേ ഇതും നൈസ് തന്നെയാണ്. ആ ഒരു ടെക്സ്ചറും കാണാൻ നല്ല രസം തന്നെയുണ്ട്. കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ബഡ്സിൽ നമുക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരു റെഡും ബ്ലൂ കളറുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാണാൻ നൈസ് തന്നെയാണ്. ഇനി ബഡ്സ് നമുക്ക് പുറത്തെടുത്ത് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. സോ ബഡ്സ് ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ടച്ച് എൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ആ ഒരു ഷേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ താഴത്തായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് മാഗ്നറ്റും അതുപോലെ തന്നെ മൈക്കൊക്കെ താഴത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം നൈസാണ്. നൈസ് ക്വാളിറ്റിയും നൈസായിട്ടുള്ള ലുക്കും തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല കാണാൻ നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് വരുന്നത്. സോ അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഇനി നമുക്ക് ഈ ഒരു ബഡ്സ് കേസിലേക്ക് ഇടുന്ന സമയത്ത് ചാർജിങ് ഇൻഡിക്കേഷൻ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇപ്പം ഫുൾ ചാർജിലാണുള്ളത്. ചാർജ് ചെയ്യുന്ന സമയത്തും ആ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓഫായി പോകുന്നതിനില്ല. സോ പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കയ്യിലെടുക്കുമ്പോഴുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ കൂടെയാണ്. സോ ഡിസൈൻ വൈസും ക്വാളിറ്റി വൈസും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് മെയിനായിട്ടൊന്നും ഫേസ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സോ ഇനിയെങ്ങനെ നമുക്ക് ഈ ഒരു MIVI DUOPOD F50 നമുക്ക് എങ്ങനെ ഫോണുമായിട്ട് പെയർ ചെയ്യാൻ നോക്കാം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബഡ്സ് രണ്ടും എടുത്തൊന്ന് പുറത്തെടുക്കണം. എന്നാൽ മാത്രമേ പെയർ ആവുള്ളൂ. ഞാനിപ്പം 2 ബഡ്സ് ഒന്ന് പുറത്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. എന്നിട്ട് സെർച്ച് പെയർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ മാത്രമേ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം, പെയർ ചെയ്യാം. സോ പെയർ ആയിട്ടുണ്ട്. സോ ഫാസ്റ്റ് ആയിട്ട് പെയർ ആവുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല.
ഇനി അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പെയർ ആവുന്നതായിരിക്കും. ഇനി നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ എത്രത്തോളം ആക്യുറസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഇപ്പോൾ ഈ ഒരു മ്യൂസിക് ഇവിടെ പോസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഞാനൊരു ബഡ്സ് എടുത്ത് 1 ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് ഇവിടെ പ്ലേ ആയിട്ടുണ്ട്. ഒന്നും കൂടെ 1 ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് പോസായി, ഒന്നും കൂടെ ടാപ്പ് ചെയ്യുമ്പോൾ പ്ലേ ആയി. ഇനി ഇതേ ബഡ്സിന് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് മ്യൂസിക് പ്ലേ ആവുന്നതായിരിക്കും. ഒന്നും കൂടി ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് മ്യൂസിക് പ്ലേ ആവുന്നതായിരിക്കും. ഇനി ലെഫ്റ്റ് ഇയർബഡ് എടുത്തിന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പിന്നീട് ആദ്യം ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. സോ പിന്നീട് ഇതിൽ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ബഡ്സ് എടുത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ബഡ്സ് എടുത്തിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കുറയുന്നതായിരിക്കും. അങ്ങനെ ഫാസ്റ്റായിട്ടൊന്നും കുറഞ്ഞില്ല, ജസ്റ്റ് മെല്ലെ ആയിട്ട് കുറയുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബഡ്സിൽ കാണാത്തൊരു ഫീച്ചറാണിത്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നീട് ഒരു ബഡ്സ് എടുത്ത് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വർക്ക് ആവുന്നതായിരിക്കും. സോ ഇത്രയും ടച്ച് കൺട്രോൾസ് ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആക്യുറസി ആയിട്ട് തന്നെ വർക്ക് ആവുന്നത്, യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും അതിലൊന്നും ഫേസ് ചെയ്യുന്നില്ല. സോ ടച്ച് കൺട്രോളൊക്കെ തന്നെ പക്കയാണ്. സോ ഇനി ഈ ഒരു ബഡ്സ് നമുക്ക് ചെവിയിൽ എത്രത്തോളം ഫിറ്റാണെന്ന് നോക്കാം. അത്യാവശ്യം നമ്മളിപ്പോൾ ഓടുകയോ ചാടുകയോ എന്ത് ചെയ്താലും അങ്ങനെ താഴെ പോകുമോ എന്നുള്ള പ്രശ്നമൊന്നും തന്നെയില്ല. അത്യാവശ്യം ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. IPX എത്ര റേറ്റിംഗ് വരുന്നുണ്ട്, IPX4 അങ്ങനെ എന്തോ റേറ്റിംഗ് വരുന്നുണ്ട്. സോ വേർപ്പൊക്കെ ആയാലും വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. സോ ഓവറോൾ ചെവിയിൽ നല്ല രീതിയിൽ ഫിറ്റായി നിൽക്കുന്നുണ്ട്. ചെവിക്ക് പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, യാതൊരു തരം ഇഷ്യൂസ് ആ കാര്യത്തിലില്ല. പിന്നീട് ഓവറോളായിട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ കേസിൻ്റെ ഈ ഒരു ക്ലോസ് ചെയ്യുന്ന ഈ ഒരു ഭാഗം അത്യാവശ്യം എനിക്കൊരു ക്വാളിറ്റി ലെസ്സായിട്ട് തോന്നി. നമ്മളിങ്ങനെ അനക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ചെറിയ മോഡലായിട്ടുള്ള F14 ആ ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാവാനായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം വില കുറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്, ഇതിന് മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷാണ് വരുന്നത്. ഇവിടെ ആയിട്ട് മിവിയുടെ ബ്രാൻഡിങ് ഒക്കെ തന്നെ നൈസായിട്ടുണ്ട്. പിന്നീട് ചാർജിങ് ഇൻഡിക്കേഷനും നല്ലൊരു ക്യൂട്ട് ഒരു സോപ്പിൻ്റെ ഒക്കെ ഒരു റൗണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വെയിറ്റും കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കയ്യിൽ പിടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ ഒരു ഓവറോൾ ഫീച്ചേഴ്സിനെ പറ്റി പറയുന്നത് 50 hours ടോട്ടൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് ടോട്ടലായിട്ടാണ്. നമുക്ക് ബഡ്സിന് മാത്രമായിട്ട് 8.5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് MIVI DUOPOD F50 ആണ്. അതിലെനിക്ക് ആ റേഞ്ച് കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് 50 മണിക്കൂർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ അങ്ങനെ ചാർജ് ചെയ്യാറില്ല. വാങ്ങിച്ച് എനിക്കൊന്ന് 2 പ്രാവശ്യം മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ, ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ. സോ അത്രക്കും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഹെവി യൂസ് ആയിട്ട് പോലും. ഇതും ആ റേഞ്ച് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നീട് 13mm ഇലക്ട്രോ ഡൈനാമിക് ഡ്രൈവേഴ്സാണ് വരുന്നത്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഈ കൊടുക്കുന്ന പ്രൈസിൻ്റെ ആ രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, അതിലൊന്നും യാതൊരു വിധത്തിൽ ഇഷ്യൂസും പറയാനില്ല. മൈക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഉഗ്രൻ തന്നെയാണ്, നോ കോംപ്രമൈസ്. സാധാരണ ഇതുപോലുള്ള ഇയർബഡ്സിന് മൈക്കിൻ്റെ ക്വാളിറ്റിയിൽ ഇഷ്യൂ വരാറുണ്ട്, പക്ഷേ ഇതിൻ്റെ മൈക്ക് ഗംഭീരം തന്നെയാണ്. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. കേസ് നമ്മളിപ്പം 0 to ആണെങ്കിൽ തന്നെ 1 മണിക്കൂർ വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആവുന്നുണ്ട്. സോ എല്ലാ രീതിയിലും എനിക്ക് പറയാനുള്ളത് കൊടുക്കുന്ന പ്രൈസിന് വേർത്തായിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. 1 year വാറൻറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. സോ ഓവറോൾ നൈസ് ക്വാളിറ്റി അല്ലെങ്കിൽ നൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. സോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.